കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പോയിട്ട് വാ മോളെ. സന്തോഷായിട്ട് പോയിട്ട് വാ. ശരി. മോൾ അവിടെ ഇരുന്നു. മോള് പറഞ്ഞതെല്ലാം ശരിയാ. മോളോട് മാത്രമേ എനിക്ക് മാപ്പ് പറയാനുള്ളൂ. ആന്റി എന്നോട് മാപ്പ് പറഞ്ഞ് സ്വയം ചെറുതാവണ്ട. ശാലിനി ചെയ്ത തെറ്റിന് ആന്റി എന്ത് പഴച്ചു? എന്റെ കാര്യം വിട്ടേക്ക്. എത്ര വലിയ വിഡ്ഢിവേഷമാ അവൾ ആന്റിയെ കൊണ്ട് കെട്ടിച്ചത്. പ്രീതിയാണ് ഗർഭിണിയെന്ന് അവക്കറിയാമായിരുന്നു. അത് ആന്റിയോട് പറയാതെ ഒളിച്ചു വെക്കുകയല്ലേ അവൾ ചെയ്തത്. ആന്റി അത് കണ്ടുപിടിക്കുമെന്നായപ്പോ അവളാണ് ഗർഭിണിയെന്ന് കള്ളം പറയുകയും ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു ആന്റി അത്? ശാലിനിയേക്കാൾ ഞാൻ കുറ്റം പറയ പ്രീതിയെ. ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ശാലിനി ആരാ? അവൾ ആന്റി ഇന്നലെ കണ്ടവളാ. വിഷ്ണു ഏട്ടന്റെ അമ്മ എന്നൊരു ബന്ധം മാത്രമേ അവക്ക് ആന്റിയോടുള്ളൂ. സത്യത്തിൽ അവക്ക് ആന്റിയോട് വിരോധമാ. അതുപോലെയാണോ പ്രീതി? ആന്റി പ്രസവിച്ച് പാലൂട്ടി ലാളിച്ച് വളർത്തിയ മകൾ. ആ മകൾ ആന്റിയോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു മകൾ അമ്മയോടല്ലേ എല്ലാം തുറന്നു പറയേണ്ടത്. എന്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണ്. പ്രീതി ഗർഭിണിയാണെന്ന് ആന്റിയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ആന്റി അവളെ കൊല്ലോ? അതോ അവക്ക് ആന്റിയേക്കാ വിശ്വാസം
പുറത്തുനിന്ന് വന്ന ശാലിനിയാ? പ്രീതിയാണ് പ്രഗ്നന്റ് എന്ന് നേരെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു ആന്റി. ഞാനത് ആന്റിയോട് പറയുകയും ചെയ്തതാ. പക്ഷേ അതിനിടയിലല്ലേ സ്വന്തം പേരിലുള്ള മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് സംശയത്തിന്റെ പഴുതടച്ചത്. പിന്നീട് ആ വഴി ചിന്തിക്കാൻ പോലും ആരെ കൊണ്ട് സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞ രണ്ടാളും കൂടി ആന്റിയെ കോമാളിയാക്കി. എന്റെ കല്യാണം നടക്കാത്തതിൽ എനിക്ക് സങ്കടമില്ല. പക്ഷെ വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ പ്രീതി കുഴഞ്ഞു വീണതിൽ എനിക്ക് സംശയമുണ്ട്. ആന്റിയെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം കളിച്ചതാണോന്ന്. ഈ കല്യാണം നടക്കില്ല എന്നുള്ള രീതിയിൽ പലവട്ടം പ്രീതി സംസാരിച്ചത് ആന്റിക്ക് ഓർമ്മയില്ലേ? ആ വെഡിങ് കാർഡ് അടിച്ചു കിട്ടിയോ ആന്റി? അധികം കാർഡൊന്നും വേണ്ടല്ലോ, നമ്മൾ കുറച്ചു പേരെല്ലാം ക്ഷണിക്കുന്നുള്ളൂ. അതെ, ആദ്യം ഇതൊന്നും നടന്നു കിട്ടുമെന്ന് അറിയണമല്ലോ. മനഃപൂർവ്വം അപമാനിച്ചതിന് തിരിച്ചടി കൊടുക്കണോ ആന്റി? അത് മകളായ പോലും. അകത്തേക്ക് പോവാം. പുറത്തേക്ക് പോയ അശാന്തിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടല്ലോ നിന്റെ അമ്മ ഭാമ. ഇവിടെ തന്നെ മനഃശാന്തി. മോളെ പതുക്കെ. അർജുനേട്ടാ, പ്രീതി, വാ. മോനെ അച്ഛാ. മോനെ, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു. പ്രീതിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സത്യാമ്മയുടെ മുന്നിൽ ഇനി ധൈര്യമായിട്ട് തലയുയർത്തി നിൽക്കാം. നന്നായി മോനെ. മറ്റാരുടെ മുന്നിൽ താണാലും ആന്റിയുടെ തല വസുമതി ആന്റിയുടെ മുന്നിൽ താഴരുതെന്ന എന്റെ ആഗ്രഹം. അതിനുള്ള വഴിയാ പ്രീതിയും ശാലിനിയും എല്ലാരും കൂടി ഒരുക്കിയിരിക്കുന്നത്. വിട്ടുകൊടുക്കരുത് ആന്റി. ഭാമേ,
കുട്ടികൾക്ക് എന്ത് സംസാരിക്കാനുണ്ടെന്ന്. കുട്ടികളെന്ന് രാഘവേട്ടനെ ഉദ്ദേശിച്ചത് ആരെയാണാവോ? കഥയിലെ മണ്ടൻകുട്ടി ഇതാ ഇവനാണെന്ന് പറയാം. ഭാര്യ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന LKG കുട്ടി. പക്ഷേ ഇവനൊന്നും സംസാരിക്കാനുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഭാര്യയാണല്ലോ ഇപ്പൊ ഇവന്റെ നാവ്. കുഞ്ഞിനെ ഏറ്റെടുക്കാനും കാണിക്കണമായിരുന്നു. ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം ഇവിടേക്ക് തലയുയർത്തി കയറി വന്ന് നിന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ ഈ സത്യഭാമ നിന്നെ ആണായിട്ട് മതിക്കുമായിരുന്നു. സത്യഭാമയെ നാടിനെ നാട്ടുകാർക്ക് മുന്നിൽ നാണം കെടുത്തിയിട്ട് ഇപ്പോഴവൻ നെഞ്ചു പിരിച്ചു വന്ന് നിൽക്കുന്നു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഇപ്പോഴിങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? എന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റിന് ഞാൻ നിരുപാധികം മാപ്പ് പറയാ സത്യാമ്മേ. നീ മാപ്പ് പറഞ്ഞതുകൊണ്ട് സത്യഭാമയ്ക്ക് നഷ്ടപ്പെട്ട അന്തസ്സും അഭിമാനവും തിരിച്ചു കിട്ടുമോ? സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അറിയാതെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്നവളെന്ന് സത്യഭാമയെ പറ്റി ജനം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുക. ഭാമേ, മനുഷ്യനായ തെറ്റുപറ്റും. മാപ്പ് പറയാനല്ലാതെ സംഭവിച്ച് തെറ്റ് തിരുത്താൻ ആരെ കൊണ്ടും പറ്റില്ല. അത് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയരുന്നത്. ഓ, ഇയാളെ തുടങ്ങി വേദാന്തം. ഞാൻ എന്ത് വേണമെന്ന രാഘവേട്ടൻ പറയുന്നത്? അല്ല, കുട്ടികൾക്ക് നീ മാപ്പ് കൊടുത്തേ പറ്റൂ. ഇനിയെങ്കിലും നീ ഇവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം. ഇനി എന്റെ കുട്ടിയുടെ കണ്ണീരോടെ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ശരി രാഘവേട്ട, മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറാ. ആന്റി മാപ്പ് കൊടുക്കാൻ പോവാണോ? പക്ഷേ ഇവൻ മാപ്പ് പറയണം. അർജുൻ മാപ്പ് പറഞ്ഞതല്ലേ ഭാമേ? അങ്ങനെ പറഞ്ഞാ പോരാ. പിന്നെ ഇവന് മാപ്പ് കൊടുക്കാൻ ഞാൻ മുൻപും തയ്യാറായിരുന്നു. അന്ന് പറഞ്ഞ ഉപാധി തന്നെ ഇന്നും. പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. ഭാമേ, സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ രാഘവേട്ട. എന്റെ മകളുടെ വയറ്റിൽ ആദ്യം മുളപൊട്ടിയ കുഞ്ഞിനെ ഇല്ലാതാക്കിയവൻ. ഇപ്പോ ഒളിവിലും മറവിലും ഗർഭമുണ്ടാക്കി സത്യഭാമയുടെ കുടുംബത്തെ അപമാനിച്ചവൻ. ഇവൻ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാ. അത് കൊള്ളാം. എന്താ, നീ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. പണി പാളിയോ? അർജുൻ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ ഭാമാന്റി ക്ഷമിക്കും. ഈ നിൽക്കുന്നത്
എന്റെ പ്രാണനാണ്. ഇവളുടെ കാലിലൊന്നും തൊട്ടെന്ന് കരുതി ഇടിഞ്ഞു വീഴുന്നതല്ല അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിന്റെ മാനാഭിമാനങ്ങളൊന്നും. നിർത്ത്. വേണ്ട. ഈ ആന്റിക്ക് ഇതെന്താ? നീ എന്താ വക്കീൽ ബുദ്ധി കാണിക്കുക? എടാ, ഇവളുടെ കാല് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ചല്ല, നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരുടെ സമക്ഷത്തിൽ. അതിന് നീ തയ്യാറുണ്ടോന്നാ എനിക്കറിയേണ്ടത്. നിന്റെ പ്രാണനാണെന്നല്ലേ പറഞ്ഞത്? എവിടെ വെച്ചായാലും ഈ കാലിലൊന്ന് തൊട്ടാ ഇടിഞ്ഞു വീഴില്ലല്ലോ അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിന്റെ മാനാഭിമാനങ്ങളൊന്നും. നിന്റെ അമ്മ അറിയുമെന്നുള്ള ഭയം അല്ലേ? നീ ഇപ്പൊ പ്രീതിയെ ചേർത്ത് പിടിച്ചോണ്ട് കയറി വന്നല്ലോ. എന്താ ഉദ്ദേശിച്ചെന്ന് മാത്രം പറഞ്ഞില്ല. ഞാൻ വന്നത് പ്രീതിയെ കൂട്ടിക്കൊണ്ടുപോകാനാ. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ആ വീടിന്റെ നാഥയായ വസുമതി അറിഞ്ഞോ നീ മഹത്കർമ്മം ചെയ്യാൻ പോകുന്ന കാര്യം? രാഘവേട്ടൻ കണ്ടില്ലേ? അമ്മ അറിയാതെയാ ഇവന്റെ ഈ സാഹസം. സത്യഭാമ മാപ്പ് നൽകണം പോലും. ഞാൻ മാപ്പ് നൽകിയിട്ട് വസുമതി ക്ഷമിക്കാൻ തയ്യാറായില്ലെങ്കിലോ? അപ്പോ സത്യഭാമ ആരായി? അങ്ങനെയൊന്നും ഉണ്ടാവില്ല സത്യമ്മേ. അത് നിനക്കെങ്ങനെ അറിയാം? നിനക്കാണോ വക്കീലിന്റെ വക്കാലത്ത്? വസുമതി ആന്റി എനിക്കറിയാം. ആന്റി പ്രീതി സ്വീകരിക്കും. ഷെടാ, അതിലേ എനിക്ക് ഉറപ്പ് കിട്ടണം ആദ്യം, എന്നിട്ടാവാം ബാക്കി സംസാരമൊക്കെ. ഞാൻ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാം സത്യാമ്മ. ഡാ, വസുമതി നീയുമായിട്ടുള്ള ധാരണയൊന്നും എനിക്കറിയണ്ട. എനിക്ക് ഉറപ്പ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വസുമതി ആന്റിയോട് ഞാൻ സംസാരിക്കാൻ സത്യമ്മേ. ശരി. മൊത്തത്തിൽ പൊളിഞ്ഞല്ലോ. അർജുനേട്ടാ, പ്രീതി ഒന്ന് വന്നേ. വിഷ്ണുട്ടാ, ഞാനിന്നാ പോയിട്ട് വരാം. വസുമതി ആന്റിയുടെ അടുത്തുനിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടില്ലേ? ഞാനൊന്നും സംസാരിച്ചില്ല ശാലിനി. അമ്മ സമ്മതിക്കുന്നു തന്നെ എന്റെ പ്രതീക്ഷ. സമ്മതിച്ചില്ലെങ്കിലോ അർജുനേട്ടാ? ഏയ്, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല പ്രീതി. പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അർജുനേട്ടൻ? കൊച്ചുമോനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ വസുമതി ആന്റിക്ക്? ഇനി സമ്മതിക്കാതിരുന്നാലും സമ്മതിപ്പിച്ചേ പറ്റൂ. അതിനെന്ത് മാർഗവും പ്രയോഗിക്കണം. അതന്നെ വേണ്ട. നമുക്കേ അവിടെ പോയി സംസാരിക്കാം. ഇതെങ്ങോട്ടാ? അല്ല, വസുമതി ആന്റി കണ്ട് സംസാരിക്കാം. വസുമതി ആന്റിയെ? ഇയാള് ശരിയാവില്ല വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടന്റെ സ്വഭാവത്തിന് വസുമതി ആന്റിയായിട്ട് ഉടക്കം, പിന്നെ എല്ലാം കുഴയും. ഞാനൊന്ന് വേണ്ടല്ലേ? വേണ്ട. ആ, എന്നാ താൻ പോയിട്ടോ.
ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം പ്രീതി. ശാലിനി, ഹ, പേടിക്കണ്ട പ്രീതി. വസുമതി ആന്റിയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ ശാലിനി മടങ്ങി വരും. അർജുനേട്ടാ, സാരല്ലടോ, എല്ലാം ശരിയാവും.